ഹലോ, ഷെടപടി ഒരു പാവക്കുട്ടിയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡോളിക്കുട്ടി ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പെയിൻറ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം സിമെൻറ്റ് പ്രൈമർ അല്ലെങ്കിൽ വാൾ പ്രൈമർ അടിക്കുക എന്നുള്ളതാണ്. ഇത് ആക്ച്വലി വലിയ നിർബന്ധമൊന്നും ഇല്ലാത്ത ഒരു സ്റ്റെപ്പാണ് കേട്ടോ. പക്ഷേ നമ്മൾ ചെയ്തിട്ടുള്ള ഡോളിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ സ്മൂത്ത് ചെയ്യാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല സ്കൾപ്റ്റിങ് ചെയ്യുന്ന സമയത്ത് എന്നുണ്ടെങ്കിൽ ഈ വാൾ പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഏരിയ ഒക്കെ ഒന്ന് കവറായി കിട്ടും. പിന്നെ ബേസിന് കുറച്ചും കൂടെ ഒരു ബലമൊക്കെ കിട്ടും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നേരിട്ട് പെയിൻറ്റിങ്ങിലേക്ക് അടക്കുകയും ചെയ്യാം. അത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളർ ഇപ്പോൾ കുറവാണ്, നിങ്ങൾക്കൊരു ബേസ് കോട്ട് ഒരു വൈറ്റ് ഫുള്ളായിട്ട് വൈറ്റ് ആയിട്ട് ഒരു ക്രാഫ്റ്റിന് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു വാൾ പ്രൈമർ യൂസ് ചെയ്യാവുന്നതാണ്. പ്രൈമർ കോട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നേരിട്ട് പെയിൻറ്റിങ്ങിലേക്ക് ഇടുന്നു. പതിവ് പോലെ തന്നെ ഡോളിൻ്റെ സ്കിന്നിന് കളർ കൊടുത്തു, അതുപോലെ ഹെയറിന് കളർ കൊടുത്തു. പിന്നെ ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ടുള്ള ഔട്ട്ഫിറ്റിൻ്റെ കളറിങ്ങിലേക്ക് പോയി. ഞാനിവിടെ ഇന്ന് പട്ടുപാവാടയും ബ്ലൗസാണ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാണുന്ന പോലെയല്ല കേട്ടോ, പട്ട് പെയിൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിലെ ഡോട്ട്സൊക്കെ ഓരോന്നോരോന്നായിട്ട് വൃത്തിയായിട്ടിട്ട് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടൈം എടുക്കും. അതിനുശേഷം പിന്നെ നമ്മൾ ഫേസ് വരച്ചു കൊടുക്കുകയാണ്. എത്രയൊക്കെ നമ്മൾ നന്നായിട്ട് സ്കൾപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പെയിൻറ്റിങ്ങിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഡോളിൻ്റെ ഭംഗി പൂർണ്ണമായിട്ടും അറിയാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. വളരെ സമയം എടുത്തിട്ട് വളരെ സ്ലോ ആയിട്ടാണ് പെയിൻറ്റിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബോൾ ചെയിൻസും സ്റ്റോൺസും വെച്ചിട്ട് ഇതുപോലെ ഓർണമെൻറ്റ്സും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡോളിക്കുട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിൾ ഡോളായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, ഇതിൻ്റെ മേക്കിംഗ് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.